നിഷേധികളെ നിഷേധികളായി കാണാതെ ഈശ്വര വിശ്വാസമുണ്ടെങ്കിലേ അവൻ യഥാർത്ഥത്തിൽ പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തൂ എന്ന് ചിന്തിക്കാതെ ഈ കോൺഷ്യസ് ലെവലിൻ്റെ അതീതമായിരിക്കുന്ന സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ അറിയാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ജ്ഞാനയോഗ മാർഗങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിനെ അത്യന്തം അതിസൂക്ഷ്മമായിട്ട് അനുദിനം അനുനിമിഷം പരിഷ്കരിച്ചുകൊണ്ടിരിക്കലാണ് ഏറ്റവും വലിയ വിജയം. സർ, ഈ ഭാരതീയ സംസ്കാരത്തിൽ ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഭക്തിയെക്കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ ജ്ഞാനയോഗം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ലളിതമായ രീതിയിലൊന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായും. ഇപ്പോഴും ഈ ഭക്തിയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായി ഒരുപാട് വികസിച്ചിരിക്കുന്ന ഒരു ലോകത്ത് ജ്ഞാനയോഗ സമ്പ്രദായത്തെക്കുറിച്ച് ആളുകൾ അറിയുന്നില്ല. ഭാരതത്തിൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം എന്നീ 4 സമ്പ്രദായങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒത്തിരിയും കാര്യങ്ങളുള്ളതാണ്. അതിന് എളുപ്പം മനസ്സിലാകാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അനുദിനമുള്ള ജീവിതത്തിനെ അതീവ സൂക്ഷ്മതയിലേക്ക് നയിക്കലാണ് ജ്ഞാനയോഗം. അനുദിനം ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം, ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട സംസാരം, ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ചലനം, ഇന്നലത്തേക്കാൾ നടപ്പ്, ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യം, അങ്ങനെ ഏത് കാര്യവും സാർവത്രികമായി സാർവലൗകികമായി ഇന്നലത്തേക്കാൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഏറ്റവും വലിയ കുറുക്ക് വഴിയാണ് ജ്ഞാനയോഗം. ഇത് ബോധത്തിൻ്റെ അനന്ത സൂക്ഷ്മതയിലേക്കുള്ള ഒരു നടപ്പാണ്. അപ്പോഴും നമ്മൾ അങ്ങനെ ജ്ഞാനയോഗത്തിൻ്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോകണമെങ്കിൽ തുടക്കം ഇവിടെയാണ്. അവിടെയാണ് വ്യക്തിത്വ വികസനം വരുന്നത്. വ്യക്തിത്വ വികസന ക്ലാസ്സുകളെല്ലാം ജ്ഞാനയോഗത്തിൻ്റെ പ്രാരംഭ തരങ്ങളാണ്. ഒരു പേഴ്സൺ നോൺ പേഴ്സൺ ആകുന്ന തലത്തിലേക്ക് വളരുക. ഒരു അമീബയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ടെങ്കിലും രൂപമില്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും അമീബയെ വരച്ചു വയ്ക്കാം. അതുപോലെ വ്യക്തി സീമാതീതമായി വളരും. ഒരാളിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തീരാനാവാത്ത രീതിയിലേക്കുള്ള വ്യാപകതയിലേക്ക് പോകും, ബോധവികാസത്താൽ. അങ്ങനെ അനന്തബോധത്തിലേക്കുള്ള ഒരു യാത്രയുടെ പടിപടിയായിട്ടുള്ള നീക്കങ്ങളാണ് ജ്ഞാനയോഗത്തിലൂടെ വെളിപ്പെടുന്നത്, മനസ്സിലാക്കുന്നത്. അത് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്: ഇന്നത്തേക്കാൾ നാളെ, ഇന്നലത്തേക്കാൾ ഇന്ന്, കഴിഞ്ഞ മണിക്കൂറുകളിലേക്കാൾ ഈ മണിക്കൂറുകളിൽ നമ്മുടെ ചിന്തയെ, സ്വഭാവത്തെ, ധാർമ്മിക മൂല്യങ്ങളെ എന്തിനേയും പരിഷ്കരിക്കുക. ഒരു പ്രത്യേക കാര്യങ്ങളല്ല. ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ, ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഒരു പ്രത്യേക വിഷയത്തിൽ, ഇപ്പം ജ്യോതിഷം നോക്കുന്ന ആൾ ജ്യോതിഷത്തിൻ്റെതായ സൂക്ഷ്മതയിലേക്ക് പഠിച്ചു പോവുകയാണ്. അപ്പോഴാ ഭാഗം മാത്രം വികസിക്കുന്നു. സൗന്ദര്യം സംരക്ഷിക്കുന്ന ആൾ സൗന്ദര്യത്തിൻ്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോകുന്നു. ശബ്ദം സൂക്ഷിക്കുന്ന ആൾ ശബ്ദത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നു. അങ്ങനെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്നു. പാടുന്നവർ സംഗീതത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകും. അതിന് സംഗീത സമാധി, ശബ്ദ സമാധി എന്നൊക്കെ പറയും. സമാധി അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു ഇറോട്ടിക് സെൻസേഷൻ ഉണ്ട് ഏത് മേഖലയിലുള്ള കാര്യങ്ങളുടെയും സൂക്ഷ്മതയിലേക്ക് പോകുമ്പോഴും നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അതിനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട സമാധി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ജനങ്ങളും, ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവരും അതാത് മേഖലയിലോ അവർക്ക് എളുപ്പം പറ്റുന്ന മേഖലയിലോ അല്ലെങ്കിൽ 1-2 മേഖലയിൽ, ഏറിയാൽ 3 മേഖലയിൽ സൂക്ഷ്മതയിലേക്ക് പോകാൻ പോകുന്നവരുമുണ്ട്. പക്ഷേ ജ്ഞാനയോഗി ചെയ്യേണ്ടത് സമഗ്രമായി എനിക്ക് എൻ്റെ മുന്നിലേക്ക് ഏതൊക്കെ വിഷയങ്ങൾ വരുന്നോ അതിൻ്റെയൊക്കെ സൂക്ഷ്മതയിലേക്ക് ഞാൻ എത്രത്തോളം പോയെന്ന് പോലും ചിന്തിക്കാതെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പാത്രം തേച്ച് മിഴക്കാനിരുന്നു, ഇന്നലെ എനിക്ക് അറിയുകയില്ലായിരുന്നു, ഞാൻ തേച്ച് മിഴക്കാനിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ വരെ ഉള്ളവർ എൻ്റെ അമ്മ എങ്ങനെ കഴുകുന്നു എന്നുള്ളതല്ല അവർ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആ ചെയ്യുന്ന ജോലിയുടെ പുതിയതോ പഴയതോ ഇതുവരെ ചെയ്തതോ ഇനി ഒരിക്കലും ചെയ്യേണ്ടാത്തതോ എന്ന് നോക്കാതെ ചെയ്യുന്ന ഈ നിമിഷം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടതായ ജോലിയുടെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അനുനിമിഷമുള്ള ബോധവികാസത്തെക്കുറിച്ചാണ് ജ്ഞാനയോഗം ചിന്തിക്കുന്നത്. ഇങ്ങനെ അനുനിമിഷം എന്തിനെന്നില്ലാതെ, എങ്ങനെയെന്നില്ലാതെ, എപ്പോഴെന്നില്ലാതെ അനന്തമായി നമ്മുടെ ജീവിതത്തിനെയും ചിന്തയെയും സ്വഭാവത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും ഒക്കെ ചെത്തിമിനുക്കി ഇങ്ങനെ സൂക്ഷ്മമാക്കി കൊണ്ടുപോകുന്നതാണ് ജ്ഞാനയോഗ മാർഗം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഉപനിഷത്തിലെ ആശയങ്ങളൊക്കെ ഉദിക്കുകയാണ്. അല്ലെങ്കിൽ ആദിശങ്കരൻ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിലെ ഭാഷ്യം അദ്ദേഹം ചെയ്തു, കൃഷ്ണദ്വൈപായനാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആ സൂക്ഷ്മത നമ്മൾ തന്നെ ദർശിക്കും. പിന്നെ നമ്മൾ ആ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ഞാൻ ദർശിച്ച കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. തുടക്കം എവിടെയാണ്? ഓരോന്നും പടിപടിയായി വികസിപ്പിച്ച് സൂക്ഷ്മമാക്കി വ്യാപകതയും സൂക്ഷ്മതയും ഒന്നുപോലെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കാണ്.
അവിടെ ഭക്തിക്ക് വലിയ പ്രാധാന്യം വരുന്നില്ല. പക്ഷേ വിശിഷ്ടാദ്വൈതം പറഞ്ഞിരിക്കുന്ന രാമാനുജൻ ഈ പ്രദേശങ്ങൾ അതൊക്കെ പണ്ഡിതരുടെ ഇടയിലെ വിഷയങ്ങളാണ്. ഇതിന് ചില ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആദിശങ്കരൻ അത് വളരെ ക്ലിയറായിട്ട് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണൻ ജ്ഞാനയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ജിതു കൃഷ്ണമൂർത്തിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓഷോ, രജനീഷ്, ഇവരെല്ലാം ജ്ഞാനയോഗത്തിൻ്റെ വഴികളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ആരാണോ ജീവിതത്തിനെ സൂക്ഷ്മമാക്കുന്നത് അവരെല്ലാം ജ്ഞാനയോഗത്തിൻ്റെ വഴികളെ, അവിടെ ഭഗവാനെ പ്രാർത്ഥിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നുമില്ല. ഈ ജ്ഞാനയോഗ വാസനയുള്ളവർക്കെല്ലാം ജ്ഞാനയോഗത്തിന് വേണ്ടുന്ന വഴിത്താരകൾ കിട്ടാതായിട്ടും ആദർശ പുരുഷന്മാരെയും ആചാര്യന്മാരെയും കിട്ടാതാകുമ്പോൾ അവരെല്ലാം അവസാനം എത്തിപ്പെടുന്നത് ഇടതുപക്ഷ ചിന്താധാരകളിലേക്കാണ്. കാരണം മാനിഫെസ്റ്റോ ഒക്കെ എടുത്ത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴതെല്ലാം ഈ ജ്ഞാനയോഗ മാർഗത്തിൻ്റെ, വേദാന്തം ഒരു സമുദ്രത്തിൻ്റെ അക്കരയാണെങ്കിൽ അതിൻ്റെ ഇക്കരയാണ് ഇത് പോയി നിൽക്കുന്നത്. ഇതേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ അവർക്ക് വഴി തെറ്റിപ്പോയി. അവരിതായിരുന്നു ഗ്രഹിക്കേണ്ടത്. ഇത് സ്കൂൾ ക്ലാസ്സിലോ ഒന്നും കിട്ടിയില്ല. അമ്മ എഴുന്നേറ്റ് പറയുന്നു പോയി രാവിലെ അമ്പലത്തിൽ പോടാ, പ്രാർത്ഥിക്കടാ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നു ഇപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അത് ചെയ്യുക, ജപിക്കുക എന്നൊക്കെ പറയും. ജ്ഞാനയോഗ വാസനയുള്ള കുട്ടിക്ക് ഇതൊന്നും താല്പര്യം വരത്തില്ല. അവിടെ പോയി എനിക്ക് എന്ത് കിട്ടും പറ എന്ന് പറയും. അവിടെ ഇപ്പം പോയാൽ എന്ത് കിട്ടും എനിക്ക്? അങ്ങനെ ഓരോ കാര്യത്തിനും ഇവൻ ചോദ്യം ചെയ്യും. അപ്പോഴവൻ നിഷേധിയാണെന്ന് പറയും. അവൻ ക്ഷേത്രത്തിനെ വിമർശിക്കുന്നു, ഭക്തിയെ വിമർശിക്കുന്നു, ആചാരങ്ങളെ വിമർശിക്കുന്നു, അനുഷ്ഠാനങ്ങളെ വിമർശിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അവൻ ഉത്തരം കൊടുക്കാൻ ആരും ഇല്ലാതെ പോവുകയാണ്. അവൻ പോയി നിൽക്കുന്ന, വേഗം എത്തുന്ന ഒരു വശമാണത്. ജ്ഞാനയോഗി എളുപ്പമാണ് പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തുന്നത്. മറ്റെല്ലാത്തിനേക്കാളും എളുപ്പമാണ് അവർക്ക്, അങ്ങനെയുള്ള ബ്രെയിൻ ഉള്ളവർക്ക്. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് അവർക്ക്. കിട്ടുന്നതും കേൾക്കുന്നതും അറിയുന്നതിലും ഒന്നും ഒരു നിൽപ്പില്ല. അവർ പോയി അത് ശരി, ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ അനുസരിക്കുകയില്ല, ഞാൻ അനുസരിക്കുകയില്ല. അതുകൊണ്ട് നിഷേധിയായിരിക്കണമെന്ന് ഉപനിഷത്തിലൊക്കെ പറയുന്നത്. നിഷേധിയായിരിക്കണം. നേതി എന്നും പറഞ്ഞ് എല്ലാത്തിനെയും തള്ളണം. ഇതിനപ്പുറം എന്തെന്നുള്ളത് അറിയാനാണ് തള്ളുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് നാൾ പോയി വേദാന്ത പുസ്തകം പഠിച്ചു, പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ പൂർവാശ്രമത്തിലെ പേര് മാറ്റി, അങ്ങനെ മാറ്റി, ഇങ്ങനെ ഇതൊന്നും കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ വരാതിരിക്കുന്ന, ഇടക്കാലത്ത് വന്നിരിക്കുന്ന ഈ ശങ്കരാചാര്യരാണ് ദശനാമി സമ്പ്രദായങ്ങളും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഇതൊക്കെയുണ്ട്. അപ്പോൾ പുസ്തകം പഠിച്ചിട്ട് പറയലില്ല. അങ്ങനെ പുസ്തകം പഠിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ചിലർ പറയും ഒന്ന് സ്വാധ്യായം നടത്തട്ടെ, ഞാനൊന്ന് പുസ്തകം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നൊക്കെ ചില സ്വാമിമാരൊക്കെ പറഞ്ഞു കളയും. ഞാനതൊക്കെ നേരിട്ട് എൻ്റെ അനുഭവത്തിലുണ്ട്. അതല്ല, നമ്മൾ അത്രയും സൂക്ഷ്മമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട്. ആ ഉത്തരം ഞാൻ തരണമെങ്കിൽ ഞാൻ ആ വഴിയിലൂടെ കടന്നു പോയിരിക്കണം. എറണാകുളത്ത് എങ്ങനെ വരാമെന്ന് എനിക്ക് പറഞ്ഞു തരാവുന്നതിനേക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയാനൊക്കെ. കാരണം എറണാകുളത്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് ഏതെല്ലാം വഴിയിലൂടെ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തണം എന്ന് പറയാനൊക്കെ അത് അറിഞ്ഞതുകൊണ്ടാണ്. ഇതുപോലെ സ്വന്തം ജീവിതത്തിനെ പരിഷ്കരിച്ച് പോകുന്ന ആളിന് ഈ എല്ലാ ദുരന്തങ്ങളും കടന്നു പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും കഴിഞ്ഞു പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ വഴിത്താരകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അയാളോട് വന്നിട്ട് ഈ മേഖലകളിലെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ജ്ഞാനയോഗം ഏറ്റവും സൂക്ഷ്മവും വേഗത നിറഞ്ഞതും വളരെ ഗുണം ചെയ്യുന്നതുമാണ്. ആത്യന്തികമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ വികസിപ്പിക്കാൻ ജ്ഞാനയോഗ മാർഗം ഏറ്റവും ഗുണകരമാണ്. നമുക്ക് മറ്റു മാർഗങ്ങളോടൊപ്പം തന്നെ ഈ മാർഗവും അവലംബിക്കാം. പക്ഷേ അത് തിരിച്ചറിയുന്നില്ല. ഇത് ആരും ഇത്രയും ഇതിലും ലളിതമായി പറഞ്ഞു തരേണ്ടതാണ് ഞാൻ. എനിക്ക് ഒക്കുന്ന രീതിയിൽ ഈ സമയത്ത് എനിക്ക് എൻ്റെ ഭാഷ എങ്ങനെ വന്നു അതിനനുസരിച്ചാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും രാജയോഗവും ഒരുപോലെ കൊണ്ടുപോകാനൊക്കും. ഇതിലേതെങ്കിലും മാർഗങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കും. ഭക്തിയോഗവും ജ്ഞാനയോഗവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കും. കർമ്മയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കും. രാജയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കും. പക്ഷേ ജ്ഞാനയോഗ മാർഗത്തിൻ്റെ സ്പർശമില്ലാതെ നീങ്ങിയാൽ വെറുതെ ഇതായിപ്പോവും. ഒരു ഉത്തരമില്ല. ഇപ്പോൾ അമ്പലത്തിൽ ഒരാൾ പൂജാരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ആത്യന്തികത അറിയണമെന്നില്ല. ഏതെങ്കിലും മറ്റൊരു പുരോഹിതനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ആത്യന്തികത അറിയണമെന്നില്ല. അത് ദർശിക്കണം. അപ്പം ദാർശനികതയിലേക്കുള്ള എന്താണോ പരമമായിട്ടുള്ളത് അതിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും തരുന്നത് ജ്ഞാനയോഗ മാർഗമാണ്. അതുകൊണ്ട് ജ്ഞാനയോഗത്തിൻ്റെ പ്രാധാന്യം അത്യധികം വളരെ വലുതാണ്. നിഷേധികളെ നിഷേധികളായി കാണാതെ ഈശ്വര വിശ്വാസമുണ്ടെങ്കിലേ അവൻ യഥാർത്ഥത്തിൽ പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തൂ എന്ന് ചിന്തിക്കാതെ ഈ കോൺഷ്യസ് ലെവലിൻ്റെ അതീതമായിരിക്കുന്ന സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ അറിയാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ജ്ഞാനയോഗ മാർഗങ്ങൾ
എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിനെ അത്യന്തം അതിസൂക്ഷ്മമായിട്ട് അനുനിമിഷം പരിഷ്കരിച്ചുകൊണ്ടിരിക്കലാണ് ഏറ്റവും വലിയ വിജയം. അതിന് നമുക്ക് സഹായിക്കുന്നത് ജ്ഞാനയോഗമാണ്. ഈ ജീവിത രീതിക്ക് പറയുന്ന പേരാണ് ജ്ഞാനയോഗ മാർഗം. ഇത് നമ്മളെ ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന ബോധോദയത്തിലേക്കും അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ പറഞ്ഞിരിക്കുന്ന അതീന്ദ്രിയാവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന കാര്യത്തിനപ്പുറത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുകയല്ല, അത് അനുഭവിച്ചറിയാൻ സാധിക്കും. താങ്ക് യു സർ. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ മംഗലം സഞ്ജയനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.